പുതിയൊരു സ്ഥലം എന്ന് പറയാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? കവടിയാറാണ് നിൽക്കുന്നത്. എവിടെയാണ്? അതെ, കവടിയാറാണ് സ്ഥലം. അപ്പോൾ നമ്മൾ കവടിയാർ ഒരു സ്ഥലമുണ്ട്. എന്താണ്, നമ്മളൊരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങ് പോവേണേ. കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറയാൻ വന്ന നമ്മുടെ ഉദ്യാനം കേട്ടോ. സ്വാമി വിവേകാനന്ദ ഉദ്യാനം. ഈ ഇടയ്ക്ക് പുതുക്കിയൊക്കെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുക്കി പണിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒന്നുമല്ല. വാ ഇവിടുതാ ഇതിനകത്തോട്ടാണ് കയറുന്നത്. അതിനെ കൂടുതൽ സ്ഥലം കാണിച്ചു. ഓപ്പണായിട്ട് നല്ല വൃത്തിക്ക് കിടക്കുന്ന ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളും. ഇത് കണ്ടല്ലോ, ഇത് ഓപ്പൺ സ്റ്റേജാണ്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിവേകാനന്ദൻ്റെ മണ്ഡപം. പ്രവേശനമില്ല കേട്ടോ, അകത്തോട്ട് പ്രവേശനമില്ല. ഇതാണ് മക്കളെ വിവേകാനന്ദൻ. മക്കൾ ഇത് കണ്ടിരിക്കണം കേട്ടോ. ഇങ്ങോട്ടില്ലേ, അങ്ങനെ പോലെ. ഓക്കെ, വിവേകാനന്ദൻ. ഇതാണ് വിവേകാനന്ദ പാറ. നമ്മളെ വിവേകാനന്ദ പാറയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വിവേകാനന്ദൻ്റെ ഉദ്യാനമാണ്, ഉദ്യാനം പാർക്കാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇത് നോക്കി ഒരുപാട് നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ അവർ ഇപ്പോഴാണ് ഇത് കേട്ടോ വൃത്തിയാക്കി എടുത്തതും കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ്. ഇത് ഞാൻ നേരത്തെ ഒരിക്കൽ കാണിക്കണമെന്ന് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അന്നൊന്നും നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. അന്നൊക്കെ ഇവിടെ ഇത് പണിഞ്ഞുകൊണ്ടാക്കി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തായാലും ഇതിൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നതിന് ശേഷം ഉദ്യാനം വൈകുന്നേരം റെസ്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കായിട്ടൊക്കെ നമ്മുടെ കവടിയാറിൻ്റെ ഒത്ത നടുക്കായിട്ട് ഈ എന്താണ് ഉദ്യാനം അല്ലെങ്കിൽ വിവേകാനന്ദ പാർക്ക് ഇപ്പോഴും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ തന്നെയാണ് കേട്ടോ ഇവിടെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്കും കാര്യം. നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് സിമൻറ്റ് കട്ടയായിട്ടൊരു ലൈറ്റ്, ഒരു സിമൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കൽവിളക്കുണ്ട്, ഒരു ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ അല്ലേ വേണ്ടിട്ട്? ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പാർക്ക് ഇവിടെ പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പാർക്കിൻ്റെ പണിയുണ്ട്. ഇവിടെ പാർക്ക് പണിയുണ്ടെന്ന് തീർന്നിട്ടില്ല. അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത് വരുമ്പോഴത്തേക്ക് നിനക്ക് പാർക്കിൽ കളിക്കാൻ കാണും കേട്ടോ. അവിടെ ഇത് നോക്കി, ഇത് കണ്ട, ഇത് നമ്മൾ മറ്റേ ജിമ്മിലൊക്കെ പോകുമ്പോൾ വ്യായാമ മുറകൾ ചെയ്യാൻ പറ്റുന്ന ഇതില്ലേ, അതാണ് ചെയ്തിരിക്കുന്നത്. രണ്ടല്ലല്ലോ, 1 2 3 4 5 6. മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ടല്ലോ, അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ പോയ മ്യൂസിയത്തിൻ്റെ പുൽത്തകിടി നല്ല വൃത്തിക്ക്, പുൽത്തകിടിയൊക്കെ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുല്ലിൽ ചവിട്ടരുതെന്ന ബോർഡുണ്ട് കേട്ടോ. പുല്ലിലൊന്നും ചവിട്ടാൻ പാടില്ല. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലം. പഠിക്കാൻ എല്ലാ കാര്യങ്ങളും ആയിട്ട് പഠിക്കാൻ വരെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിവേകാനന്ദ പാർക്ക്. ഇരിക്കാനുള്ള കല്ല്, സ്വാമി വിവേകാനന്ദ സ്റ്റാച്ചു. സ്വാമി വിവേകാനന്ദ സ്റ്റാച്ചു എന്തിനാണ് ലൈറ്റ് ഉണ്ടാവും നോക്കണത്? അങ്ങ് കയറല്ലേ? ഞാൻ കാണിച്ചു തരാം. എന്തിനാണെന്ന് കാണിച്ചു തരാം. അത് ഗാർഡന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു.
എന്തിനാണെന്ന് കാണിച്ചത്? അവിടെ ഉണ്ട്. എവിടെ അവിടെ എന്തിനോ കിടന്നതാണ്. എവിടെ എവിടെ എന്തുകൊണ്ട് എവിടെ? നീല കണ്ടായിപ്പോ എവിടെ? അതാരുടെ ഇത് കവർ വേറെ ആരുടെ? പേഴ്സല്ലേ? പേഴ്സ്? അത് മറ്റേ വെള്ളയില്ലേ? അത് പേഴ്സൊന്നും എടുക്കാത്തത് അത് നമുക്ക് എടുക്കണ്ട. അത് വേറെ എനിക്ക് വേണം. അത് വേറെ ആരെങ്കിലും സാധനം കൊടുക്കും. ഇത് കൂടാതെ തന്നെ ഇവിടെ ഫിഷ് ഉണ്ട് കേട്ടോ മീനുട്ടി. എവിടെ? ചാടിക്കളരുത്. തൂണ്ട് 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 മീൻ ഇതാ തൂണ്ട് അങ്ങോട്ട് നോക്കടി, അങ്ങ് അറ്റത്ത് വയ്ക്കാൻ. കണ്ട ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. വാ നീ വെള്ളത്തിനകത്ത് നിന്ന് വിഴിഞ്ഞിട്ടോ, കാണിച്ചു തരാം. വാ 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 വാ. ആണ്ട് ഇങ്ങനെ നോക്കിയ അങ്ങോട്ട് ചാടിക്കളയരുത്. എവിടെ? അത് കാലങ്ങനെ വെക്കരുത്, അങ്ങ് പോകുന്നു. അമ്മയുടെ കൊല്ലച്ച. എവിടെ എവിടെ? ഇതൊന്നാണ് ആ, കാണുന്നത്. അതാണ്, അതാണ്, അതാണ്. ദാണ്ട വെള്ള മീൻ തന്നെ അല്ല, ഏ അത് മീൻ തന്നെ അല്ലേ? അത് മീനൊന്നുമല്ല, അതേല. അതല്ല അതല്ല അതല്ല. ബാ ബാ ഇഞ്ഞിറങ്ങ് ഇഞ്ഞിറങ്ങ്. ഓറഞ്ച് അത്രേ ഉള്ളൂ. ഓ നോക്കട്ടെ. പുല്ല് ചവിട്ടല്ലെന്ന് എഴുതിയിട്ടുണ്ട്. ബാ അങ്ങേറല്ലേ? അത് ചവിട്ടല്ലെന്ന്. പുല്ല് ചവിട്ടിയില്ലല്ലോ. ഇതാണ് നമ്മുടെ വിവേകാനന്ദ ഉദ്യാനം, ശ്രീ വിവേകാനന്ദ സ്വാമി ഉദ്യാനം കേട്ടോ. റോഡി ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ. ഇതാണ് ഇവിടുത്തെ നിബന്ധനകൾ കേട്ടോ, പൊതുജന ശ്രദ്ധയ്ക്കായിട്ടുള്ള നിബന്ധനകൾ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഓക്കെ, ഇതായിരുന്നാ കബഡിയാർ. ബാ കയ്യ 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 കബഡിയാർ. നമ്മൾ ഈ പാർക്കിൻ്റെ ചുറ്റാകെയായിട്ട് പുൽത്തകിടി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കബഡിയാറിൻ്റെ ഒത്ത നടക്കായിട്ട് എന്തോ ഇതായിട്ട് പുൽത്തകിടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതാ ഇത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് എവിടെയാണ്? കവടിയാർ ടൗൺ, കവടിയാർ ജംഗ്ഷനിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വാമി വിവേകാനന്ദ ഉദ്യാനം. ഓക്കെ, ഇതാണ് സ്വാമി വിവേകാനന്ദ ഉദ്യാനം. ഇതിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ പോലീസ് റെഡ് ബട്ടൺ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു വർക്കിംഗ് ആണോ എന്നുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, ചെയ്തു വച്ചിട്ടുണ്ട് എന്താണെങ്കിലും. ആ ഉദ്യാനത്തിൻ്റെ സൈഡ് മൊത്തത്തിൽ നല്ല അടിപൊളി ലൈറ്റിലാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ശ്രീ വിവേകാനന്ദ സ്വാമി ഉദ്യാനം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ഗംഭീരമായ അടിപൊളിയായിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴിതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. Thanks for watching. താങ്ക്സ് ഫോർ Watching. വാച്ചിങ്.